കേരളത്തിൽ തുടർച്ചയായ മൂന്നാം വട്ടവും പിണറായി മന്ത്രിസഭ അധികാരത്തിലേൽക്കുമോ? അതായത് ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഹാട്രിക് വിജയം നേടി പിണറായി വീണ്ടും 2026 നമ്മളെ ഭരിക്കുമോ? അതോ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് 10 വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് കേരളത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് എത്തുമോ? അതോ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട്, അതായത് LDFനെയും UDFനെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ BJP സർക്കാർ രൂപീകരിക്കുമോ? BJP രൂപീകരിക്കുമോ എന്നോർത്ത് നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്. പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ബമ്പറും അടിച്ചു. തൃശ്ശൂരിൽ നിന്ന് അവർക്കൊരു MP യും കിട്ടി, ശ്രീ സുരേഷ് ഗോപി. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ BJPയും ഒരു അധികാര സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതായത് ഇത്തവണ എന്തായാലും നടക്കാൻ പോകുന്ന ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും. ത്രികോണ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും വിവിധ പാർട്ടികളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് LDFിലേക്ക് പോകാം. LDF പിന്നെ വലിയ മാറ്റങ്ങളൊന്നും കാണത്തില്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കാരണം ഇത്രത്തോളം കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. അതിൽ ആർക്കും തെറ്റൊന്നുമില്ല. വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പദ്ധതി, പിന്നെ ഇഷ്ടംപോലെ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നിട്ട് നടക്കാതെ പോയ, അതായത് കൊട്ടിഘോഷി കൊണ്ടുവന്നിട്ട് നടക്കാതെ പോയ ഒരേ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. അത് കേരളയിലാണ്. കേരളയിൽ നടപ്പിലാവാതിരിക്കാൻ കാരണം തന്നെ UDFും BJPയും കൈകോർത്ത് നടത്തിയ കല്ല് പറിച്ചെറിയൽ സമരം, അഥവാ കുറ്റി പറിച്ചെറിയൽ സമരം കൊണ്ട് മാത്രം. കാരണം കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരേണ്ട അതിവേഗ റെയിൽ പദ്ധതിയായി കേരയിൽ തകർത്തത് UDFും BJPയും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ്. അത് ഏവർക്കും അറിയാം. അതൊരു പച്ചയായ രഹസ്യം മാത്രമാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ദേശീയപാത വികസനം നടക്കുക ഏറ്റവും വലിയ കാര്യം തന്നെ പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വികസനവും ഇഷ്ടംപോലെ ടെക്നോ പാർക്കുകളും സ്മാർട്ട് സിറ്റികളും എല്ലാം കൊണ്ടുവന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതായത് LDFിൽ നിന്നുമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇനി നമുക്ക് നേരെ UDFിലേക്ക് പോകാം. പടലപ്പിണക്കങ്ങളും കുരിശ് കൃഷിയും, അതായത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ UDFിൽ നടന്ന കുരിശ് കൃഷി നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സുധാകരനെ മാറ്റി ഒരു ഇറക്കുമതി, സണ്ണി ജോസഫിനെ UDFിലോട്ട്, അതായത് KPCC അധ്യക്ഷനായിട്ട് ഇറക്കുമതി വരെ ചെയ്തു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UDFിനകത്ത് ഇപ്പോഴും പടലപ്പിണക്കങ്ങളുണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDFിൽ ആര് വരും, അഥവാ ആരായിരിക്കും UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? 2 പേരുകൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. വി ഡി സതീശനായിരിക്കും അടുത്ത UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കാരണം ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പിന്നെ ഉയർന്നേൽക്കുന്ന ഒരു പേര്, അത് കുറച്ച് വിഷയമാണ്. അതായത് സുധാകരൻ, കണ്ണൂരിന്റെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. പല്ലുള്ള സിംഹമല്ല, പല്ലതിന്റെ പറിച്ചെടുത്ത് കളഞ്ഞു. KPCCയിൽ നിന്ന് പുറത്താക്കിയപ്പോഴത്തെ ആ പല്ലെല്ലാം പോയി. ആ ഒരു സിംഹമായിരിക്കുമോ വീണ്ടും നമ്മുടെ UDFിൽ നിന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ഇതിൽ തന്നെ VD സതീശനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് VD സതീശൻ കറന്റ് MLA ആണ്, പിന്നെ പ്രതിപക്ഷ നേതാവുമാണ്. കേരളത്തിൽ ഒരു വികസനവും നടപ്പിലാക്കാൻ അനുവദിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന പേരാണ്. കാരണം കേരളയിൽ സമരം വന്നു, വിഴിഞ്ഞം വന്നു, ഇതെല്ലാം വന്നപ്പോഴും ഞങ്ങൾ നടപ്പിലാക്കത്തില്ല കേരളിന്റെ ഓരോ കുറ്റികളും ഞങ്ങൾ പറിച്ച് അറബിക്കടലിൽ എറിയും എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി, അതായത് ഒരു നാട്ടിൽ ഒരു വികസനവും നടപ്പിലാവരുത് എന്ന പേരിൽ സമരം നടത്തിയ നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാട്ടിലൊരു വികസനം വേണ്ട, ഞങ്ങളുടെ രാഹുൽ മോന്റെ, അതായത് പപ്പുമോന്റെ അമ്മയുടെ കണക്ക് കേരളം കിടന്നാൽ മതി, എന്നാലും നീയൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിന്റെ മനോവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ UDFിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. പിന്നെ സുധാകരനും ഒരു ചാൻസസ് പറയുന്നുണ്ട്. MP ആണ് കറന്റ് അദ്ദേഹം, മെമ്പർ ഓഫ് പാർലമെന്റ്. പിന്നെ ഇങ്ങൊക്കെ പല്ലൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും പഴയ സിംഹം തന്നെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേരും ഒരു സൈഡിൽ നമുക്ക് വെച്ചേക്കാം. പിന്നെ നേരെ നമുക്ക് പോവാം BJPയിലേക്ക്. BJPയിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? പാവപ്പെട്ട അമ്മമാരെ കണ്ണിലുണ്ണിയും അതിലോലനും കുഞ്ഞുകുട്ടികളുടെ മനസ്സും വിശാല ഹൃദയമുള്ള ഒരു വ്യക്തി, ആര് നിവേദനം കൊടുത്താലും അത് വാങ്ങിക്കുന്ന വ്യക്തി എന്ന പേരിൽ നമുക്ക് തൃശ്ശൂരിന്റെ സ്വന്തം MP ആയ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്താം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJPയിൽ നിന്നുള്ള. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒന്ന് സന്ദർശിക്കട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. അതാണ് പുള്ളിക്കാരനെ അവിടെ നിർത്താം. അദ്ദേഹമായിരിക്കും BJPയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാം. മോഡിയുടെ ഒക്കെ അടുത്ത ആളൊക്കെ തന്നെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം രാഷ്ട്രീയത്തിലേക്ക് കെട്ടിയിറക്കപ്പെട്ട ഒരു വ്യക്തി തന്നെ എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമുക്കറിയാം. തൃശ്ശൂരുകാർ ഒരു മനഃസുഖം വേണ്ടി, ഒരു മനഃശാന്തിക്ക് വേണ്ടി വോട്ട് കൊടുത്ത് വിജയിച്ചു. തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു MP എന്ന പേരിൽ നമുക്ക് സുരേഷ് ഗോപി അറിയപ്പെടാം. പിന്നെ പോകുന്നത് രണ്ടാമത്തെ ഒരു ചാൻസ് വെച്ചേക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, പിന്നെ മെമ്പർ ഓഫ് രാജ്യസഭ, അങ്ങനെ കുറച്ച് പദവികളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കേരളത്തിന്റെ ഒരു ഇറക്കുമതി ചെയ്യപ്പെട്ട താരം തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ശശി തരൂരിനോട് 2ാം സ്ഥാനത്ത് നിന്ന് തോറ്റ വ്യക്തി എന്ന നിലയിൽ തന്നെ പറയാം. ജസ്റ്റ് മിസ്റ്റാണ് കേട്ടോ തോറ്റത്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ വിജയിച്ച് കയറിയേനെ. ആ വിഴിഞ്ഞത്തെയും ആ തീരദേശത്തും വോട്ടില്ലായിരുന്നെങ്കിൽ
എന്നും കൂടെ എടുത്തു പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം BJP ഉറപ്പിച്ച 2 MP സീറ്റുകളായിരുന്നു. ഒന്ന് തൃശ്ശൂർ, ഒന്ന് തിരുവനന്തപുരം ജസ്റ്റ് മിസ്, പൂച്ചാട്ടി പോയി എന്ന് തന്നെ ചിന്തിക്കാം. എന്നാലും ഇവർ രണ്ടുപേരുമായിരിക്കും BJPയിൽ നിന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് നമുക്ക് എടുത്തു പറയാം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ത്രികോണ മത്സരമായിരിക്കും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് അടുത്ത വർഷം ഏപ്രിലിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? BJPക്ക് വോട്ട് ചെയ്യൂ, CPM-ന് വോട്ട് ചെയ്യൂ, UDF-ന് വോട്ട് ചെയ്യൂ? നിങ്ങളുടെ വോട്ട് ആർക്കാണ്? നിങ്ങൾ ആർക്കാണ് കുത്താൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ.